തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായുള്ള 8 നോമ്പിന്റെ സുന്ദര ദിനങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ഇന്ന് ഏറ്റവും പ്രത്യേകമായി പരിശുദ്ധ ദൈവമാതാവിന്റെ ലൂർദിലെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചാണ് നാം വിചിന്തനം ചെയ്യുക. ഈ വിഷയം പ്രത്യേകമായി ധ്യാനിക്കുമ്പോൾ നാം ആദ്യം യാത്രയാകേണ്ടതും ഫ്രാൻസിലെ ലൂർദ് എന്ന ചെറു പട്ടണത്തിലേക്കാണ്. പരിശുദ്ധ അമ്മയെ നേരിൽ കാണുവാനും അമ്മയുടെ വാക്കുകൾ കേൾക്കാനും ഭാഗ്യം ലഭിച്ച വിശുദ്ധ ബർണദീത്തയ്ക്ക് ജന്മം നൽകിയ പുണ്യഭൂമിയാണ് ലൂർദ്. ബർണദീത്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് അമലോത്ഭവ എന്ന തന്റെ വ്യക്തിത്വത്തെ മാതാവ് ആദ്യമായി ലോകത്തിന് വെളിപ്പെടുത്തിയത്. 1858 കുഞ്ഞു ബർണദീത്തയ്ക്ക് പ്രായം 13 വയസ്സ്. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ഒരുങ്ങുന്ന കാലഘട്ടം. ഫെബ്രുവരി മാസത്തിലെ തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ വിറകു ശേഖരിക്കാൻ കൂട്ടുകാരുമൊത്ത് ഗേവ് നദിയുടെ തീരത്ത് എത്തിയ ബർണദീത്ത അവിടെയുള്ള ഒരു ഗുഹയിൽ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതീവ പ്രഭയുള്ള ഒരു സുവർണ വെളിച്ചം ഗുഹയിൽ നിന്നും പടർന്നൊഴുകുന്നു. വെളിച്ചത്തിനുള്ളിൽ നിന്നും അഴകാർന്നൊരു സ്ത്രീരൂപം. ശുദ്ധമായ തൂവെള്ള നിറത്തിലുള്ള മേലങ്കിയും ആകാശ നീല നിറത്തിലുള്ള കച്ചയും ധരിച്ച് ഒരു യുവതി. കരങ്ങളിൽ ജപമാലയും പാദങ്ങളിൽ മഞ്ഞ പനിനീർ പുഷ്പങ്ങളും. ജപമാല ചൊല്ലാൻ അവൾ ബർണദീത്തയോട് ആവശ്യപ്പെട്ടു. ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും ആ സ്ത്രീരൂപം മറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇപ്രകാരം 1858 ഫെബ്രുവരി 11 മുതൽ ജൂലൈ 16 അവസാനിക്കുന്നതുവരെ 18 തവണയായി ഈ മരിയൻ പ്രത്യക്ഷീകരണം സാധ്യമായി. മാതൃസ്നേഹത്തിന്റെ ദിവ്യാനുഭവത്തിൽ അവർണ്യമായ ശാരീരിക മാനസിക സൗഖ്യങ്ങൾക്ക് വേദിയാവുകയാണ് ലൂർദ് ഇന്ന്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ആത്മാവിനുള്ളിലെ ഒരു വലിയ രഹസ്യമാണ്. മാതാവിനൊപ്പം അവളുടെ മകനെ ആദരിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു രഹസ്യം. വിശുദ്ധ ബലിയർപ്പണത്തിലും അനുരഞ്ജനത്തിന്റെ കൂദാശാവേളയിലും ജപമാല അർപ്പണത്തിലും കുഞ്ഞു ബർണദീത്തയെ പോലെ പരിശുദ്ധ അമ്മയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമുക്കും കഴിയണം. ഏറ്റവും സ്നേഹമുള്ള അമ്മമാരെ, സ്വർഗം എനിക്ക് തന്ന ആയുധമാണ് ജപമാല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വിശുദ്ധ പാദ്രി പിയോ. അതെ, സ്വർഗം നമുക്കും തന്ന ആയുധം തന്നെയാണ് ജപമാല. കുറവുള്ളവർക്ക് കൃപ നൽകുന്ന, ബലഹീനർക്ക് ബലം നൽകുന്ന, അശുദ്ധിയിൽ വീണവരെ വിശുദ്ധിയിലേക്ക് ഉയർത്തുന്ന ജപമാല എന്ന ആയുധത്തിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കാം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അമ്മ കൂടെയുണ്ടാകുമെന്ന ഉറപ്പാണ് ജപമാല നൽകുന്ന സന്ദേശം. കാൽ തട്ടി വീഴുമ്പോഴും ഇടവഴിയിൽ ഇടറി വീഴുമ്പോഴും മനക്കോട്ടകൾ തകർന്നടിയുമ്പോഴുമെല്ലാം എന്നെ താങ്ങുവാൻ ഒരു അമ്മയുണ്ട് എന്ന വിശ്വാസമാണ് നാം ഉരുവിടുന്ന ഓരോ ജപമാല മണിയുടെയും അടിസ്ഥാനം. ജപമാലയുടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാം. നമ്മുടെ സന്തോഷത്തിലും സന്താപത്തിലും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് അനുദിനം നടക്കുവാനുള്ള വലിയ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. അമ്മയെ പോലെ നമ്മുടെ ജീവിതങ്ങളെയും ദൈവം വസിക്കുന്ന ആലയങ്ങളാക്കി മാറ്റുവാൻ തിരുക്കുടുംബത്തിന്റെ മധ്യസ്ഥം യാചിക്കാം. നസറേത്തിലെ തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രാർത്ഥനയുടെ യഥാർത്ഥ ആലയങ്ങളാക്കുവാനും സുവിശേഷത്തിന്റെ വിദ്യാലയങ്ങളാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.